അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മോട്ടോ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാം 2024 മോഡൽ BS6 OBD2 E20 സപ്പോർട്ടഡ് ബജാജ് ഡോമിനർ 400ൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പുറകൊരു ബജാജിലാണ്, JKB ബജാജിൻ്റെ ഷോറൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബജാജിൻ്റെ വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഡോമിനർ 400 2023 മോഡലിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇന്ന് പ്രകടമായി നമുക്ക് കാണാൻ പറ്റുന്ന വിൻഷീൽഡ് വളരെ വലുതായി മാറിയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ്സ് സ്പ്ലിറ്റ് ടൈപ്പ് ഡേ ടൈം റണ്ണിങ് മൾട്ടിപ്പിൾ HID ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഒറ്റ ബൾബല്ല 4-5 ബൾബുകൾ യൂസ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ്സാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന LED ടൈപ്പാണ്. LED മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റേഴ്സ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ മഡ് ഗാർഡ് മാറ്റ് ഫിനിഷ് ഉള്ളതാണ്. മാറ്റ് ബ്ലാക്ക് അല്ല, മാറ്റ് ഗ്രേ ഫിനിഷുള്ള മഡ് ഗാർഡാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈലി കംഫർട്ടബിൾ ആയിട്ടുള്ള എൻഡ്യൂറൻസിൻ്റെ ഹൈ ക്വാളിറ്റി ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ വാഹനത്തിന് ബജാജ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അലോയ് വീൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ കാർസിലൊക്കെ വരുന്ന പോലുള്ള ഡയമണ്ട് കട്ട് ഫിനിഷിലുള്ള 17 ഇഞ്ച് ഹൈ ക്വാളിറ്റി അലോയ് വീൽസാണ് ഈ വാഹനത്തിൻ്റെ വീല് വരുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് അഡീഷണൽ ആയിട്ട് വരിക ഡ്യുവൽ ചാനൽ ABS വരും. ഫ്രണ്ട് 3 ഡിസ്ക് യൂസ് ചെയ്തിട്ടുള്ള ഹൈഡ്രയുടെ ഡിസ്ക് ബ്രേക്ക് സിസ്റ്റവും വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ കൂടാതെ ആ സൈഡിലായിട്ടൊരു ABS എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നത്. 17 ഇഞ്ച് MRFൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ്. 17 ഇഞ്ചുള്ള MRFൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് വാഹനത്തിന് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ കംഫർട്ടബിളായിട്ടും ഹൈലി ഗ്രിപ്പുള്ളതുമായ ടയേഴ്സാണ് ഈ വാഹനത്തിൽ വരുന്നത്. എൻജിൻ ഗാർഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ മെറ്റൽ യൂസ് ചെയ്തിട്ടുള്ള എൻജിൻ ഗാർഡാണ് വരുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു നെക്കിൾ ഗാർഡ് കൂടെ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട്, അതായത് എല്ലാ മോഡലിലും വരുന്നുണ്ട് ഡോമിനർ 400 ഇതിൽ. പിന്നെ മിറേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. മിറേഴ്സ് ഹൈ ക്വാളിറ്റി അലോയ് യൂസ് ചെയ്തിട്ടുള്ള മിറേഴ്സാണ്. പിന്നെ ടാങ്ക് കൗള് കുറച്ചുകൂടി പൊടിക്കൂടി വലിപ്പമായിട്ടുണ്ട്. അതിൽ ഡോമിനറിൻ്റെ 3D ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ E20 സപ്പോർട്ടഡിൻ്റെ ആ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. E20 ഫുൾ സപ്പോർട്ടറാണ്. ടാങ്ക് പാഡ് വരുന്നുണ്ട്. പിന്നെ നോർമലി ആ ടാങ്കിൽ തന്നെ ഒരു ചെറിയ ഡിസ്പ്ലേ, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഓഡോ എല്ലാം വരുന്നുണ്ട്. പിന്നെ അഡീഷണലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കീ സെയിം തന്നെയാണ്. സിമ്പിളായിട്ടുള്ള കീയാണ്. അഡീഷണലായിട്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിന് USB ചാർജിങ് ഉള്ള പോർട്ട് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ലൈറ്റ്സും വന്നിട്ടുണ്ട്. ചില സ്വിച്ചസിനെല്ലാം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഇഗ്നിഷൻ ഓൺ ആണെങ്കിൽ തന്നെ സ്വിച്ചസിലെല്ലാം ഒരു നീല ലൈറ്റ് വരും. അങ്ങനെ ഞാൻ പറഞ്ഞ USB ചാർജിങ്. പിന്നെ വ്യത്യാസം എന്ന് വെച്ചാൽ ഹാൻഡിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. കൂടാതെ മൊബൈൽ ഹോൾഡ് ചെയ്യാനായിട്ട് മീറ്ററിൻ്റെ മുകളിലായിട്ടൊരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറിയ ഡിസ്പ്ലേയിൽ വരുന്ന നമ്മുടെ ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടും, ഗിയർ, റണ്ണിങ് ടൈമിൽ ഏത് ഗിയറാണുള്ളത് അതും ഈ ചെറിയ ഡിസ്പ്ലേ കാണിക്കും. വലിയ ഡിസ്പ്ലേയിൽ വരിക അതിൻ്റെ സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. ലൈറ്റ്, പിന്നെ എൻജിൻ വാർണിംഗ് ലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻഡിക്കേറ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ, പിന്നെ സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. വളരെ വലുതും സേഫ് ആയിട്ടുള്ളൊരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 393 cc ലിക്വിഡ് കൂൾഡ് എൻജിൻ വരുന്ന ഡോമിനറിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 bhp ആണ്. പുള്ളിങ്, അതായത് ടോർക്ക് വരുന്നത് 35 Nm ആണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വാഹനത്തിന് വരുന്നത്. കൂടാതെ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, കിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, സൈഡ് ഇൻഡിക്കേറ്റർ വാർണിംഗ് ലൈറ്റും എൻജിൻ വാർണിംഗ് ലൈറ്റും വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി അലോയ് മെറ്റൽസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സ്പോർട്സ് ബൈക്കിനൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഫ്രെയിമാണ് ഈ വാഹനത്തിന് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ പിന്നെ മഡ് ഗാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളി കവേർഡ് മഡ് ഗാർഡാണ് വാഹനത്തിന്. ചെയിൻ കവർ, വീല്, ബാക്ക് വീലെല്ലാം ഫുള്ളി കവറാവുന്ന ടൈപ്പുള്ളൊരു മഡ് ഗാർഡാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ സിങ്കാം ഒക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി മെറ്റലാണ്, അലോയ് മെറ്റലാണ്. അതായത് നോർമൽ ഇരുമ്പല്ല, അലോയാണ് യൂസ് ചെയ്തിരിക്കുക. നല്ലൊരു ഡീസൻറ്റ് സേഫ്റ്റി തരുന്ന റിയർ സൈഡ് സാരി ഗാർഡും വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ സീറ്റ് പറയുന്നത് സ്പ്ലിറ്റ് ടൈപ്പ് ആയിരിക്കും. ഒരു 2 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാവുന്ന മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള സീറ്റാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് മോഡൽ ഡോമിനർ മറ്റൊരു അട്രാക്ഷൻ ചെറിയ ഗ്രാബ് റെയിലാണ്. അത് വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. പഴയ മോഡലിലെ ഗ്രാബ് റെയിലല്ല ഇതിൽ വരുന്നത്, വേറെ മോഡലാണ്. അത് കൂടാതെ ബാക്ക് സപ്പോർട്ട്, പിനിയനായിട്ടിരിക്കുന്ന ആൾക്ക് ഒരു ബാക്ക് സപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. ക്ലാസിക് ആയിട്ടുള്ള പൾസർ ഇൻസ്പയർ ആയിട്ടുള്ള LED ടെയിൽ ലാംപ്സാണ് വാഹനത്തിൻ്റേത്. റിയർ സൈഡും LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള വളരെ നീളത്തിലുള്ള ഒരു മഡ് ഗാർഡും വരുന്നുണ്ട്. പിന്നെ നമുക്കിതിന് ബാഡ്ജിങ്, ഡോമിനർ ബാഡ്ജിങ് സിമ്പിളായിട്ടുള്ളതും
വളരെ ഭംഗിയായിട്ടുള്ള ഡോമിനർ മാറ്റിങ് വരുന്നുണ്ട്. റിയർ സൈഡ് വരുന്ന സിംഗിൾ മോണോ സസ്പെൻഷനാണ്. എൻഡ്യൂറൻസ് ബ്രാൻഡിൻ്റെ ഹൈ പെർഫോമൻസ് സസ്പെൻഷനാണ് വരുന്നത്. അത് നമുക്ക് 5 പോയിൻറ്റ് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 5 പോയിൻറ്റ് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് സസ്പെൻഷനാണ് റിയർ സൈഡ് വരുന്നത്. ബാക്ക് സൈഡിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള മഡ് ഗാർഡ് വരുന്നുണ്ട്. മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ളതാണ്. നല്ലൊരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ സൈഡ് ടയർ പറയുന്നത് 17 ഇഞ്ച് വീതിയുള്ള ടയറാണ് വാഹനത്തിന് വരുന്നത്. റിയർ സൈഡിലും ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. പിന്നെ സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ ബാക്ക് സൈഡും 3 ഡിസ്ക് യൂസ് ചെയ്തുള്ള ഹൈഡ്രയുടെ തന്നെ ABS സപ്പോർട്ട് ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS ഡിഫോൾട്ടായിട്ട് ഡോമിനർ മോഡലിൻ്റെ എല്ലാ വേരിയൻറ്റിലും, അതായത് 400 വേരിയൻറ്റിലും എല്ലാത്തിനും ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ മോഡലിൽ വ്യത്യാസം എന്ന് പറയാനായിട്ട് മഡ് ഗാർഡിൻ്റെ മുകളിലായിട്ട് ഈ ഒരു അഡീഷണൽ റിഫ്ലക്ടർ വന്നിട്ടുണ്ട് മോഡലിൽ. പിന്നെ വ്യത്യാസങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ ക്രാഷ് ഗാർഡ് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിൻഷീൽഡ് മാറിയിട്ടുണ്ട്. എൻജിൻ ഗാർഡ് ഇതെല്ലാം ഡീഫോൾട്ടായിട്ട് കമ്പനി തന്നെ നമുക്ക് തരുകയാണ്. അഡീഷണൽ ആക്സസറീസ് ആയിട്ട് മേടിച്ചതിൻ്റെ ആവശ്യം വരുന്നില്ല വാഹനത്തിൽ. അപ്പോൾ 2024 OBD2 സെൻസറുള്ള BS6 ഏറ്റവും ലേറ്റസ്റ്റ് ഡോമിനറാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസിങ് വരിക ഏകദേശം 2,58,000 രൂപയാണ്. 2,58 ഇപ്പോൾ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ജനുവരി 4-ാം തീയതിയാണ്, 2024 ജനുവരി 4-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ EMI ഡീറ്റെയിൽസ് പറയുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 35,000 രൂപ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ, 35,000 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ലോൺ ഇട്ട് നമുക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ്. EMI എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6,000-നും 6,500-നും ഇടയിൽ റേഞ്ചിൽ നമുക്ക് EMIയിൽ നിൽക്കുന്നതാണ്. 40 bhp ഔട്ട് തരുന്നതായി 400 cc വെഹിക്കിൾസിൽ വെച്ചിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളതും സർവീസിൽ ആ ഒരു റേഞ്ചിൽ കമ്പാരിറ്റീവ്ലി സർവീസ് കോസ്റ്റ് കുറഞ്ഞതുമായിട്ടുള്ളതും ഒന്നൊന്ന് ഹൈ പെർഫോമൻസ് ഉള്ള 6 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നതുമായ നല്ലൊരു വാഹനമാണ് ഡോമിനർ 400. 13 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി. ഏകദേശം 27-നും 30-നും ഇടയിലാണ് മൈലേജ് വരിക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയതായിട്ട് വരുന്ന എല്ലാ മെമ്പേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ